സിനിമ നന്നായിട്ടുണ്ട്. വിഷ്വൽസും മേക്കിങ്ങും എല്ലാം കൊണ്ടും നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രഭാസ് മാസ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ്. അമിതാഭ് ബച്ചനും അടിപൊളിയുണ്ട്, എല്ലാവരും അടിപൊളിയുണ്ട്. മൊത്തത്തിൽ എല്ലാവരും നന്നായി. ക്യാമിയാസൊക്കെ അത് വെളി പറയാൻ പറ്റില്ല, അത്ര സർപ്രൈസിങ് ആണ്, അതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരും പോയി കാണും, എല്ലാവരും കാണും. ഇപ്പോൾ ഈ റിവ്യൂ കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും അതെ കാണും. പിന്നെ കമലഹാസൻ മെയിനായിട്ട്, അയ്യോ ഉലക നായകനാണെന്ന് വീണ്ടും, അതായത് കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ നമുക്ക് ആ ഒരു പവർ കിട്ടും അത് കാണുമ്പോൾ. നെക്സ്റ്റ് പാർട്ടിലാണ് കൂടുതൽ, പക്ഷെ ഇതിൽ തന്നെ ആ ഒരു സ്പാർക്ക് ഉണ്ട്. കൊള്ളാം കൊള്ളാം, തകർത്തു സൂപ്പർ, കുഴപ്പമില്ല, നന്നായി. ആ കുഴപ്പമില്ല, അടിപൊളിയായി കുഴപ്പമില്ല, നല്ല പടമാണ്, കൊള്ളാം. സയൻസ് പടമാണ്. രണ്ടാം ഭാഗം വരണം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളിയുണ്ട്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. VFX ഒക്കെ അടിപൊളിയാണ്. കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. നല്ല സിനിമ, ഇന്റർവ്യൂവിന് ശേഷം നന്നായിട്ടുണ്ടായിരുന്നു. പറയാനില്ല, കുഴപ്പമില്ല. പുരാണം കുഴപ്പമില്ല, നന്നായിട്ട് അവർക്ക് കാണാം. ഇന്റർവ്യൂവിന് ശേഷം നന്നായിട്ട് സൂപ്പറായി, ഒന്നും പോരാ പറഞ്ഞ സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അടിപൊളി പടം. നന്നായിട്ടുണ്ട്. ഒന്നും പറയാനില്ല, കുഴപ്പമില്ല, നല്ല ആവറേജ് ആയിട്ട് തോന്നി എനിക്ക്. പ്രതീക്ഷ ഒന്നുമല്ല. VFX കുഴപ്പമില്ല. ഒരു മഹാഭാരതം ടച്ച് ഉണ്ട്. ആ അതെ, മഹാഭാരതത്തിന്റെ സ്റ്റോറിയാണ്. അത്ര വൺ ടൈം കാണാം. തിയേറ്ററിൽ നിന്ന് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്, അത്ര തന്നെ. പ്രതീക്ഷ വരുന്നില്ല. പ്രഭാസിന്റെ ആക്ടിങ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട്. കമലഹാസനും കൊള്ളാം. കമലഹാസൻ പൂർണ്ണമായിട്ട് ഇല്ല, റോഡ് കുറവാ. ചെക്കന്മാരിലാണ്. ഉണ്ട്, കുറെ ക്യാമിയോ ഉണ്ട്. ഒരു മൾട്ടി സ്റ്റാർ എന്ന് വേണം പറയാം സിനിമ. ശരി.